ശമീകൻ എന്ന മുനിയുടെ കഴുത്തിൽ ചത്തപാമ്പിനെ തോണ്ടിയിട്ട കാരണം ആ മുനിയുടെ മകൻ ശൃംഗി 7 ദിവസത്തിനുള്ളിൽ തക്ഷകൻ കടിച്ച് മരിക്കട്ടെ എന്ന് പരീക്ഷത്തിനെ ശപിച്ചു. അപ്പോൾ തക്ഷകൻ കടിക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ അങ്ങനെ കടിക്കാൻ പറ്റില്ല. പരീക്ഷത്തിൻ്റെ ബംഗ്ലാവിൽ ഒരു ഗംഭീര സെക്യൂരിറ്റി, Z+ സെക്യൂരിറ്റിയാണ്, കടക്കാൻ പറ്റില്ല അങ്ങോട്ട്. അപ്പോൾ തക്ഷകൻ പാമ്പുകളെയൊക്കെ വിളിച്ച് മഹർഷിമാരുടെ വേഷം എടുക്കാൻ പറഞ്ഞു. എടുത്തു. കുറേ പഴങ്ങൾ കയ്യിലെടുത്തു. അതിലൊരു പഴത്തിൽ ഒരു പുഴുവായിട്ട് തക്ഷകൻ കയറിയിരുന്നു. ഈ മഹർഷിമാർ ഈ പഴങ്ങളൊക്കെ കൊണ്ടുപോയി. എന്താ നീ ചൂകാവക്കാർ? പഴങ്ങൾ രാജാവിന് സമർപ്പിക്കാനാണ്. ആരാ? മഹർഷിമാരാണല്ലേ? വേറെ കള്ളമരുന്നല്ലോ? അല്ല ഞങ്ങൾ മഹർഷിമാരിൻ്റെ. എന്താ കിടന്നോളൂ എന്ന് പറഞ്ഞാൽ വേഗം കൊടുത്ത ഉടനെ മടങ്ങണം. അവിടെ നിൽക്കാൻ പറ്റില്ല. നിൽക്കില്ല, ഉടനെ ഇപ്പോൾ കൊള്ളാം. അങ്ങനെയാണല്ലോ രക്ഷികളുടെ അല്ലെങ്കിൽ സെക്യൂരിറ്റിക്കാരുടെ സ്വഭാവം. വിരട്ടി അകത്തേക്ക് വിട്ട് അപ്പോൾ ഏതാണ്ട് 7 ദിവസത്തിനുള്ളിൽ കടിച്ചു മരിക്കും, തക്ഷകൻ കടിച്ചു മരിക്കും എന്നാണ് ശാപം. 7ാമത്തെ ദിവസമായി. സൂര്യൻ അസ്തമിക്കാൻ അധികം നേരമില്ല. അല്ലെങ്കിൽ പിന്നെ ശാപം ഫലിക്കില്ല. ഏതാണ്ട് ശാപത്തിൻ്റെ കാലാവധി കഴിയാറായി. അപ്പോൾ ഈ പഴങ്ങൾ കൊണ്ട് മഹർഷിമാർ അവിടെ സമർപ്പിച്ചു രാജാവിന്. രാജാവ് എന്ത് ചെയ്തു? വിധി എന്നേ പറയണ്ടോ, ഈ പുഴു ഏത് പഴത്തിലാണോ ഇരിക്കണേ അതാർക്കും അറിയില്ല, രാജാവിനും അറിയില്ല. ആ രാജാവ് ആ പഴം എടുത്തു. അദ്ദേഹം ഒരു പഴം എടുത്തു. അതിൽ ഈ പുഴുണ്ട്. അത് വിധിയാ, ആ ശാപത്തിൻ്റെ ശക്തിയാ. രാജാവ് പഴം കടിച്ച് തിന്നാൻ തുടങ്ങി. മറ്റൊരു ഓരോ പഴം അങ്ങനെ കടിച്ച് തിന്നാൻ തുടങ്ങി. തിന്ന് രാജാവ് നോക്കിയപ്പോൾ അതിലൊരു കൃമി ഇരിക്കുന്നു. ഒരു ചെറിയ കൃമി പുഴു, കറുത്ത കണ്ണ്, ചെമ്പിച്ച നിറമുള്ളൊരു പുഴു. രാജാവ് ഈ പുഴുവിനെ എടുത്തു. എന്നിട്ട് പറഞ്ഞു, മുനിശാപത്തിൻ്റെ കാലാവധി അവസാനിക്കാറായി. 7 ദിവസത്തിനുള്ളിൽ തക്ഷകൻ കടിച്ചു മരിക്കും എന്നാണല്ലോ ശാപം. ആ മുനിയുടെ വാക്ക് വെറുതെ ആവണ്ട. ഞാൻ ഈ പുഴുവിന് തക്ഷകൻ എന്ന് പേരിടുന്നു. ഇതെന്നെ കടിച്ചോട്ടെ. അപ്പോൾ ശാപം ഫലിച്ചു, ഞാൻ മരിച്ചില്ല എന്ന് പറഞ്ഞ് ചിരിച്ചിട്ട് ഈ പുഴുവിനെ തോളിൽ വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പുഴു അങ്ങോട്ട് വലുതായിട്ട് രാജാവിനെ ചുറ്റി തക്ഷകനായി മാറി. എന്നൊരു കൊത്തു കൊടുത്ത് തക്ഷകൻ ആകാശത്തൂടെ ഈ അമിട്ടിൻ്റെ ഗുളിക വീണവർ ആകാശത്തൂടെ പാഞ്ഞുപോയി. ഇതവിടെ എല്ലാവരൊക്കെ കണ്ടു. ഈ വിഷത്തിൻ്റെ ശക്തി കൊണ്ട് രാജാവ് വലിയ അറുത്തിട്ട മരം ഭൂമിയിൽ വീഴുന്ന പോലെ വീണ് രാജാവ് ഭസ്മായി. ആ മാളിക തീ പിടിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരും സെക്യൂരിറ്റിയും കാവൽക്കാരും അവനവൻ്റെ മേത്തേക്ക് വരുന്നത് കണ്ട പിന്നെ ഇതൊന്നുമില്ല, അവരൊക്കെ ജീവനും കൊണ്ട് അവിടുന്ന് ഓടിപ്പോയി. ആ മാളിക ഭസ്മായിപ്പോയി. അങ്ങനെ മുനിശാപം ഫലിച്ചു. പിന്നെ എന്താ വേണ്ടേ? രാജാവ് മരിച്ചു. രാജാവ് ഇല്ലാച്ചാൽ രാജ്യത്ത് കുഴപ്പങ്ങളുണ്ടാവും. അതെ. അപ്പോൾ എന്ത് ചെയ്തു വെച്ചാൽ രാജാവിൻ്റെ മകൻ, ഈ പരീക്ഷത്തിൻ്റെ മകൻ ജനമേജയനെ രാജാവാക്കി. അദ്ദേഹം ബാല്യാവസ്ഥ വിട്ടിട്ടില്ല, രാജാവാക്കി. മറ്റുള്ള ഉപദേശകന്മാരും മന്ത്രിമാരൊക്കെ ഉണ്ടല്ലോ, അവരുടെ സഹായത്തോടുകൂടി രാജ്യം അങ്ങനെ ഭരിച്ചു. ആ ജനമേജയൻ ഒരു കല്യാണം കഴിച്ചു. പ്രായമായിപ്പോൾ കല്യാണം കഴിച്ച സ്ത്രീയുടെ പേര് വപുഷ്ടമ. തിരി വിഷമ പറയാൻ, ധൃഷ്ടദ്യുമ്നൻ എന്ന് പറയുന്നവരെ വപുഷ്ടമ. അത് കാശി രാജാവ് സുവർണവർമ്മൻ, ഗോൾഡൻ വർമ്മൻ എന്ന് പറയുന്ന സുവർണവർമ്മൻ്റെ മകള് വപുഷ്ടമ. കുഞ്ഞുലക്ഷ്മി, ശാന്ത, ഓമന അങ്ങനെയൊന്നുമല്ല, അതൊക്കെ പറയാൻ എളുപ്പം. അത് വപുഷ്ടമ കല്യാണം കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ജനമേജയന് മനസ്സിലായി തൻ്റെ അച്ഛനെ തക്ഷകൻ കടിച്ചു കൊന്നതാണ് എന്ന് മനസ്സിലായി. അത് മാത്രമല്ല, നമ്മൾ മുമ്പ് ഇത് കണ്ടിട്ടുണ്ട്, ഒരു എപ്പിസോഡിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. മുമ്പ് ഒരു ഉത്തങ്കൻ എന്ന് പറയുന്ന ഒരു മഹർഷി, അദ്ദേഹം ഇവിടെ വന്നിട്ട് അദ്ദേഹം കവചകുണ്ടലങ്ങൾ, പൗഷ്യൻ എന്ന രാജാവിൻ്റെ കവചകുണ്ടലങ്ങൾ തൻ്റെ ഗുരുപത്നിക്ക് ദക്ഷിണയായി സമർപ്പിക്കാൻ പോയ ഈ ഉത്തങ്കനെ വഴിയിൽ വെച്ച് തക്ഷകൻ കുറച്ച് കുഴപ്പമുണ്ടായി. അപ്പോൾ തക്ഷകനോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് ഉത്തങ്കൻ ഇവിടെ വന്ന പരീക്ഷത്തിനോട് പറഞ്ഞു, അങ്ങയുടെ രാജാവിൻ അച്ഛനെ സർപ്പം കടിച്ചു കൊന്നതല്ലേ, ആ തക്ഷകനെ നമുക്ക് പൊരിക്കണ്ടേ, അങ്ങനെ വെറുതെ ഇരിക്കണോ എന്ന് ചോദിച്ചു. അത് നമ്മൾ കണ്ടതാണ്. ചോദിച്ചപ്പോൾ പരീക്ഷത്ത് എന്ത് ചെയ്തു വെച്ചാൽ മന്ത്രിമാരുടെ യോഗം വിളിച്ചു. ഈ ഉത്തങ്കൻ പറഞ്ഞത് പരീക്ഷത്തിൻ്റെ മനസ്സിലുണ്ട്, മറ്റു പലരും കേട്ട അദ്ദേഹം ഈ കഥ അറിഞ്ഞിട്ടുണ്ട്. ശരി, അപ്പോൾ ഒരു യോഗം വിളിച്ചു. മന്ത്രിമാരെ, നിങ്ങളുടെ അഭിപ്രായം എന്താ? അത് തക്ഷകൻ കടിച്ച് മരിച്ചു തന്നെയാണ് അങ്ങയുടെ അച്ഛൻ. അതെ, അതെനിക്കറിയാം. അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തക്ഷകൻ അച്ഛനെ കടിക്കാൻ പുറപ്പെട്ടപ്പോൾ ഞാൻ കേട്ട കഥ പ്രകാരം അദ്ദേഹത്തെ രക്ഷിക്കാൻ കാശ്യപൻ
എന്ന് പറയുന്ന ഒരു വിഷവൈദ്യം പുറപ്പെട്ടു. ഉവ്. അവർ വെച്ച് വഴിക്ക് വെച്ച് കണ്ടു. ഉവ്. തക്ഷകൻ ആലിമ്മ കടിച്ചു. ഉവ്. ആല് ഭസ്മായി. ഉവ്. അശ്വൻ മന്ത്രം ജപിച്ചു വെള്ളം തളിച്ചു. ഉവ്. ആല് കിളിർത്തു. അത് ആല് വലുതായി. അതേപോലെ ആലുണ്ട്. അതെ, ഇത് സത്യമാണോ? ഇത് സത്യമാണ്. ഇത് സത്യമായി. ഇപ്പോൾ തക്ഷകൻ എന്ത് ചെയ്തു? പരീക്ഷ. അതാണ് തക്ഷകൻ കാണിച്ച ഏറ്റവും മോശകർമ്മ. എൻ്റെ അച്ഛനെ കടിച്ച അച്ഛൻ മരിക്കും, പക്ഷെ മറ്റേ മനുഷ്യൻ കാശ്യപൻ വൈദ്യൻ വന്നെങ്കിൽ അച്ഛൻ രക്ഷപ്പെട്ടേനെ. ആ തക്ഷകൻ അച്ഛന് ആ വൈദ്യന് കൈക്കൂലി കൊടുത്ത് അവിടുന്ന് മടക്കി. അതുകൊണ്ട് അച്ഛൻ മരിച്ച. അതെ, ഇത് സത്യമല്ലേ? ഇത് സത്യമാണ്. പക്ഷെ ആ സമയത്ത് ഈ തക്ഷകനും കാശ്യപനും തമ്മിൽ ഒരു ഡിസ്കഷൻ ഉണ്ടായല്ലോ. ആ സമയത്ത് ആ വനത്തിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ കഥ അങ്ങനെ പുറത്തു വന്നു. അതും കൂടി അറിഞ്ഞാലേ തക്ഷകൻ കുറ്റക്കാരനാണെന്നുള്ള തെളിവ് പൂർണ്ണമുള്ളൂ. തക്ഷകനും ഈ കാശ്യപനും തമ്മിൽ നടന്ന ഡിസ്കഷൻ എങ്ങനെ പുറത്തറിഞ്ഞു? ഈ സംഭവം ആലിനെ കടിച്ചു, വെള്ളം തളിച്ചു, ആല് ജീവിച്ചു. അപ്പോൾ തക്ഷകൻ മറ്റേ ആൾക്ക് ദാനം കൊടുത്തു, സംഖ്യ കൊടുത്തു. ചിലവിന് ചില കാപ്പി കാശല്ല, വലിയ സംഖ്യ കൊടുത്തു. സംഖ്യ കൊടുക്കേണ്ട ഒരു കാര്യം നടക്കില്ലല്ലോ. അതെ, എവിടെ പോയാലും സംഖ്യ കൊടുക്കണം. പക്ഷി പണ്ട് ചലിക്കുന്നത് എങ്ങനെയാ? വിത്തും കൈക്കോട്ടും. ഇപ്പൊ വിത്തുമില്ല, കൈക്കോട്ടില്ല, പക്ഷെ ചിലക്കുണ്ട്. എങ്ങനെയാ? ചിലക്ക് ശബ്ദം പഴയത്, അർത്ഥം മാറി. പക്ഷിയുടെ ചില എങ്ങനെയാ? കൂലിയും കൈക്കൂലിയും. അതെ, കൈക്കൂലി കൊടുക്കണ്ടൊന്നും നടക്കില്ല. അല്ലെങ്കിൽ കരാറും കമ്മീഷനും ഇങ്ങനെ അത്ര ചിലക്കണേ. അതെ, കൈക്കൂലി കൊടുക്കണ്ടൊന്നും നടക്കില്ല. അപ്പോൾ ആദ്യത്തെ കൈക്കൂലി ഇതാത്രേ. കശ്യപന് തക്ഷകൻ കൈക്കൂലി കൊടുത്ത് മടക്കി. ഇതെങ്ങനെ പുറത്തറിഞ്ഞു? അപ്പോഴല്ലേ തക്ഷകൻ പൂർണ്ണമായിട്ടും കുറ്റക്കാരനാന്ന് തെളിയുള്ളൂ. അപ്പോൾ മന്ത്രിമാർ പറഞ്ഞു, അതിന് ഞങ്ങൾക്കത് മനസ്സിലായത്. ഞങ്ങളോട് ഒരാൾ പറഞ്ഞു. ആര് പറഞ്ഞു? ഈ ആലിമ്മ, തക്ഷകൻ കടിച്ച വനത്തിലെ ആലിമ്മ വിറക് ശേഖരിക്കാൻ വേണ്ടി ഒരുത്തൻ മോളിൽ കയറിയിരുന്നു. അവനവിടെ മുകളിൽ ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഇവർ തമ്മിൽ കാണുന്ന തക്ഷകനും ഈ കാശ്യപനും. അവൻ മുകളിലിരുന്നിട്ട് ഇവരുടെ ചർച്ച മുഴുവൻ കേട്ടു. തക്ഷകൻ ആലിനെ കടിച്ചപ്പോൾ ആല് കരിഞ്ഞപ്പോൾ ഇവനും കരിഞ്ഞു പോയി. വിറകിന് വേണ്ടി ആലിൻ്റെ മുകളിൽ കയറി ഈ തക്ഷകനും കാശ്യപനും തമ്മിലുള്ള ഡിസ്കഷൻ കേട്ട അവൻ കരിഞ്ഞു പോയി. എന്നിട്ട് കാശ്യപൻ മന്ത്രം തളിച്ച് ആല് ജീവിച്ചപ്പോൾ അവനും ജീവിച്ചു. അയ്യമ്മേ, അപ്പം മന്ത്രത്തിൻ്റെ ശക്തി എന്താ? വിഷത്തിൻ്റെ ശക്തി എന്താ? അവനാണ് ഞങ്ങളോട് ഈ ഡിസ്കഷനെ കുറിച്ച് പറഞ്ഞത്. അപ്പം സത്യം തന്നെയാണ്. എന്നാൽ ഇനി തക്ഷകനെ സർപ്പയജ്ഞം നടത്തി പൊരിച്ചിട്ടുള്ള കാര്യമുള്ളൂ. അവൻ എൻ്റെ അച്ഛനെ കടിച്ചു, അത് പിന്നെ ശാപം കൊണ്ടാണ് കടിച്ചത്. ശരി, ആ വൈദ്യനെ കൈക്കൂലി കൊടുത്ത് മടക്കിയതാണ് ഉള്ളിലും വലിയ തെറ്റ്. അതെ, അത് വലിയ പാപ. അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ ജീവിക്കുമായിരുന്നു. അപ്പോൾ അത് അയാൾ തക്ഷകൻ 2 തെറ്റ് ചെയ്തു. ഒന്ന് കടിച്ചു, അത് പിന്നെ ശാപം കൊണ്ടാണ്. മറ്റത് കൈക്കൂലി കൊടുത്ത് ചികിത്സിക്കാമെന്ന വൈദ്യനെ മുടക്കി. അതുകൊണ്ട് തക്ഷകനെ ഞാൻ യജ്ഞം നടത്തി സർപ്പങ്ങളെ മുഴുവൻ ഞാൻ പൊരിക്കും എന്ന ദൃഢനിശ്ചയം ഈ ജനമേജയൻ അവിടെ വെച്ച് ചെയ്യുകയും, അങ്ങനെ ദൃഢനിശ്ചയം ചെയ്താൽ പോരല്ലോ. അതെ, അതിന് വേണ്ട പ്രായോഗിക സംഗതികൾ. അപ്പോൾ അദ്ദേഹം വലിയ പുരോഹിതന്മാരുടെ യോഗം വിളിച്ചു കൂട്ടി. യജ്ഞം ചെയ്യുന്ന ആളുകൾ, യജ്ഞാചാര്യന്മാർ, അവരെയൊക്കെ വിളിച്ചു കൂട്ടി. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഈ തക്ഷകനെ എനിക്ക് പൊരിക്കണം. കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. എൻ്റെ അച്ഛനെ തക്ഷകൻ കടിച്ചു കൊന്നു. അതെ, ആ തക്ഷകനെ എനിക്ക് പൊരിക്കണം. അതെ, പഴംപൊരി പോലെ പാമ്പുപൊരി ഉണ്ടാക്കണം. ചൈനയിലുണ്ട് അത്ര പാമ്പുപൊരി. നമ്മുടെ നാട്ടിൽ പഴംപൊരി ആണെങ്കിൽ ചൈനയിൽ പാമ്പുപൊരിയാണ്. അവിടെ പാമ്പിനെ ഭക്ഷിക്കുമല്ലോ. എനിക്ക് പൊരിക്കണം എന്ന് പറഞ്ഞു. അതിന് വല്ല വഴിയുണ്ടോ? നിങ്ങൾ മഹർഷിമാരാണല്ലോ, നിങ്ങൾക്ക് വലുത് അറിയോ? അപ്പോൾ ഒരു മഹർഷി പറഞ്ഞു, വഴിയുണ്ട്. അതായത് വേദങ്ങളിൽ വിധിച്ചിട്ടുള്ള സർപ്പസത്രം എന്ന് പറഞ്ഞൊരു വിധിയുണ്ട്. സർപ്പങ്ങളെ ഹോമിക്കാം. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. എന്നാൽ ഉടനെ അതിനുള്ള നടപടികൾ ആരംഭിക്കുക എന്ന് ജനമേജയൻ ഈ പുരോഹിതന്മാരോട് പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് യജ്ഞത്തിന് വേണ്ട ഒരുക്കങ്ങൾ കൂട്ടാൻ തുടങ്ങി. യജ്ഞത്തിന് വേണ്ട ഒരുക്കങ്ങളിൽ ആദ്യത്തെ ഒരുക്കം യജ്ഞശാല പണിയാണ്. എവിടെയാണ് യജ്ഞം നടക്കണേ? അതിനൊരു യജ്ഞശാല വേണമല്ലോ. യജ്ഞശാല പണിയണമെങ്കിൽ അത് കെട്ടിടം പണിയേക്കാൾ ബുദ്ധിമുട്ടാണ്. ഇപ്പം കെട്ടിടം പണിയണമെങ്കിൽ എന്ത് വേണം? സ്ഥലം മേടിക്കും. ഇപ്പം സ്ഥലമില്ല. കേരളത്തിൽ ഇപ്പോൾ ഭൂമിയൊന്നുമില്ല. കാരണം എല്ലാ ഭൂമിയും പോയി. ഭൂമി മുഴുവൻ ഇപ്പോൾ ആകാശത്തേക്കാണ്.